തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ നിൽക്കുമ്പോഴാണ് റീമയുടെ റൂമിൽ നിന്നും എന്തൊക്കെ പൊട്ടുന്ന സൗണ്ട് കേട്ടത്. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ മുറിയിലുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞെടുക്കുന്ന റീമയാണ് കാണുന്നത്. സത്യം പറഞ്ഞ അന്നേരം അവളെ കണ്ട് എനിക്ക് പേടി തോന്നിയിരുന്നു. അവൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ എൻ്റെ സങ്കടവും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞതും പുറത്ത് എവിടെ പോയിരുന്ന അച്ഛന്മാരും അമ്മമാരും തിരിച്ചെത്തി. ആ സമയത്താണ് റേഡ ക്ലാസ്മേറ്റ്സ് റോബിച്ചനും അവൾക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആകെ കരഞ്ഞ് ബഹളമായെങ്കിലും ഞങ്ങൾ മൂന്നും അറിഞ്ഞതൊന്നും ആരോടും പറഞ്ഞില്ല. പറഞ്ഞാലും അവർക്കതൊന്നും സഹിക്കാൻ കഴിയില്ലല്ലോ. പോലീസിൻ്റെ തിരച്ചിലൊടുവിൽ റോബിച്ചാൻ്റെ ബോഡി മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കുറേ നാൾ റീമ ഡിപ്രഷനിലായിരുന്നു. ആരോടും സംസാരിക്കാൻ കൂട്ടാകാതെ എപ്പോഴും ഒരു റൂമിൽ അടച്ചിരിക്കും. റോബിച്ചാൻ പോയ വിഷമം താങ്ങാനാവാതിരിക്കുന്ന ഞങ്ങളോട് ഈ ഫാമിലിക്ക് ഇതും കൂടി താങ്ങാൻ കഴിയുമായിരുന്നില്ല. റീമ കൂടി അങ്ങനെ ആയതോടെ ജോണി ഞങ്ങളിന് വയ്യാതെയായി. റീമയെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അവർ വാക്കുകൊടുത്തു. അങ്കിളിനെയും ആൻറ്റിയും ശ്രദ്ധിക്കാൻ റിൻഷയെ ഏൽപ്പിച്ച് ഒരു ദിവസം രണ്ടും കേൾപ്പിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഡിപ്രസ്ഡായ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ രണ്ട് കാര്യങ്ങൾക്ക് സാധിക്കും. ഒന്ന് സ്നേഹവും മറ്റൊന്ന് പകയും. അവളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായി ഞാൻ തന്നെയാണ് അവളെ മനസ്സിൽ അവരോടുള്ള പക നിറച്ചത്. വേദന കൊണ്ട് പൊളയുന്ന സിദ്ധാർത്ഥിനെയും നേഹയൊക്കെ ദേഷ്യത്തോടെ നോക്കി അവൾ പറഞ്ഞു നിർത്തി. പതിയെ റീമ എൻ്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സന്തോഷമെല്ലാം നശിപ്പിച്ചവരെ ഇല്ലാതാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇച്ചാനും റേക്ക് സംഭവിച്ചതെല്ലാം അറിയാമായിരുന്നിട്ടും റിൻഷ് എന്തുകൊണ്ടാണ് അതൊന്നും ഞങ്ങളുമായി ഷെയർ ചെയ്യാത്തതെന്നായിരുന്നു. അവളായതൊന്നും ഞങ്ങളോട് പറയാത്തത് കൊണ്ട് ഞങ്ങളും അതൊക്കെ രഹസ്യമായി വെച്ചു. എന്തൊക്കെയോ ഫോർമാലിറ്റീസിന് വേണ്ടി പോലീസുകാർ വീണ്ടും അവിടേക്ക് വിളിപ്പിച്ചു. അന്ന് ശ്രീയേട്ടനും ഞാനും റീമയും റിൻഷയും കൂടിയാണ് പോയത്. കേസിൻ്റെ പ്രൊസീജിയേഴ്സിനായി സ്റ്റേഷനിൽ പോയതെല്ലാം ശ്രീയേട്ടനും റിൻഷയുമാണ്. റീമയുടെ മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് പോയി വരാൻ ഏട്ടൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ആദ്യമായി ഞങ്ങൾ ഋതിക്കിനെ കണ്ടുമുട്ടിയത്. രണ്ട് കൂട്ടുകാരെ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഋതിക് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കരുതിയിരുന്ന റേ മരിച്ചതെന്നാണ്. പക്ഷെ അന്ന് നിരഞ്ജൻ പറഞ്ഞപ്പോഴാണ് അന്ന് എന്താണ് ശരിക്കും നടന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അവരായിരുന്നു, ആ ചീറ്റേഴ്സ്. കോളേജിൽ നിന്ന് അവൻ ഡ്രോപ്പ് ഔട്ടായി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവരെ തേടുമായിരുന്നു ഞങ്ങൾ. ഋതിക്കിൻ്റെ സഹായത്തോടെ പെൺപിടകളെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ വൈകിപ്പിച്ചില്ല, ജീവനോട് അങ്ങ് ദഹിപ്പിച്ചു അവറ്റകളെ. അത് കേട്ടതും ത്രിമൂർത്തി ഞെട്ടി അവരെ നോക്കി. അപ്പം അന്നുണ്ടായ തീപിടുത്തിന് പിറകിൽ നിങ്ങളാണോ? ദേവൻ ചോദിച്ചത് ഋതിക് അതേന്ന് മറുപടി പറഞ്ഞു. അവന്മാരെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് മുന്നേ ആരോ അവന്മാരെ പൊക്കി. അതും കൂടെ കേട്ടതും ത്രിമൂർത്തി പരസ്പരം ഒന്ന് നോക്കി. ആ ആരോ അവർ തന്നെയാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന ഋതിക്കിൻ്റെ ഫ്രണ്ട് റയാനെ കണ്ട് ആ കേസിൽ സാലിമിനെ ഇവന്മാർ ജയിലിലാക്കിയത്. സാലിമിനെ പുറത്തിറക്കാനായി പിന്നെ ഞങ്ങളുടെ ശ്രമം. പക്ഷേ അതിന് 3 വർഷം വേണ്ടി വന്നു ഞങ്ങൾക്ക്. അതിനിടെ നിങ്ങൾ സിനാനെ റോഷനെയും കൊന്നു. ഇപ്രാവശ്യം എടുത്തത് ശ്രീയും ധ്രുവും റിൻഷയുമാണ്. മാനവ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഋതുക്കും ഇവിടേക്ക് വന്നത്. ഒരുമിച്ച് നിൽക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട് ജോസ് ഈവൻസിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിനെത്തി. നിങ്ങളെ ആദ്യമായി കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ബാബിയുടെ ഫോണിൽ റേയുടെ പിക്സ് കണ്ടിട്ടാണ് ഞാനെല്ലാം അറിഞ്ഞത്. അന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയ സമയം സാലിമും ഋതിക്കും നിങ്ങളെ റൂം മുഴുവൻ സെർച്ച് ചെയ്തു. അവിടെ നിന്ന് SID സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ID കാർഡ് അവർക്ക് കിട്ടി. മാനവിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ട്രിയേറ്റർ നിയമിച്ചപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അവിടെ പാളി. പക്ഷെ അറിയാതെയാണെങ്കിലും നന്ദു അവിടെ അന്നുണ്ടായ ആക്സിഡൻറ്റിലൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. മറ്റുള്ളവരെല്ലാം ഫുഡിൽ സ്ലിപ്പിൾ പിൽസ് കലർത്തിയ റിൻഷയുടെ ഫുഡിൽ അതേ പിൽസ് തന്നെ ഈ ഞാനും കലർത്തി. അതിൻ്റെ എഫക്റ്റ് അടുത്ത ദിവസം രാവിലെ നിനക്കുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? റീമ ഒന്ന് നെറ്റി തടവി ചോദിച്ചതും റിൻഷ അവരെ രണ്ടിനെയും അത്ഭുതത്തോടെ നോക്കി. മാനവിന് പിറകെ നിങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നേ അവനെ ഞങ്ങൾ പൊക്കിയത്. ത്രിമൂർത്തീസിനെ നോക്കിക്കൊണ്ട് സാലിം പറഞ്ഞതും അവർ അവനെ നോക്കി. ഒരിക്കലും ഇവർക്ക് മേൽ സംശയങ്ങളുണ്ടാതിരിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തന്നെ വന്ന് കീഴടങ്ങിയത്. അങ്ങനെ ഇരിക്കുകയാണ് കെവിൻ്റെ വക കിഡ്നാപ്പിംഗ്. അവൻ ഓൾറെഡി ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഋതിക് അവിടെ എത്തി. അപ്പം എന്നാൽ റോബിൻ വന്നത് ഋതിക്കായിരുന്നോ? അതെ, പക്ഷെ അവിടെ സ്കോർ ചെയ്തത് ഇവളാ. ഋതിക് റിൻഷയെ ചൂണ്ടി പറഞ്ഞതും അവർ കാര്യം മനസ്സിലാവാതെ അവരെ മാറി മാറി നോക്കി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കെവിനെ ഇവൾ വണ്ടിയടിച്ച് വീഴ്ത്തി. അതും എൻ്റെയും സാലിമിൻ്റെയും മുന്നിൽ വെച്ച്. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ ആ 2 ജോഡി കണ്ണുകൾ ആരുടേതാണെന്ന്? അന്ന് രാത്രി റിൻഷ അവിടെ നിന്ന് മാറ്റിയ ശേഷം ആ ബിൽഡിംഗ് കത്തിച്ചത് ഞങ്ങളാണ്. ഇപ്പോഴാണ് റിൻഷയ്ക്ക് അന്ന് നടന്ന സംഭവങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയത്. നെക്സ്റ്റ് ടാർഗറ്റ് ഇഷാമായിരുന്നു. പക്ഷേ ഇവർക്ക് റീമ ശ്രുതി ഒരു വാശിയായിരുന്നു അവൻ്റെ മരണം നിങ്ങളുടെ കൈ കൊണ്ടാവണമെന്ന്. അതുകൊണ്ട് അത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. സാലിം പറയുന്നത് കേട്ട് ത്രിമൂർത്തി സ്മാർട്ട് എന്ന് പറഞ്ഞ് അലറി.
ജിതിൻ്റെ ഫോണിൽ നിന്ന് ഇഷാമുള്ള ലൊക്കേഷനും മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചത് ഞാനാണ്. അടുത്ത പ്രശ്നം ഇവളെ നിഹ എങ്ങനെ ഇവിടെ എത്തിക്കും എന്നതായിരുന്നു. പെട്ടെന്നൊരു ദിവസം പെട്ടിയും കിടക്കുമെല്ലാം എടുത്ത് മുന്നിൽ വന്നപ്പം ഞങ്ങളൊന്ന് ഞെട്ടി. അതോടെ ഇവനും ഞങ്ങൾക്ക് മുന്നിൽ എത്താറായെന്ന സൂചന ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നവരാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല. കൺമുന്നിലുണ്ടായിട്ടും ഇവരെ ഒന്നും ചെയ്യാതിരുന്നത് ഈ ഒരു ദിവസം മുന്നിൽ കണ്ടിട്ടാ. ഞങ്ങളുടെ റോബിച്ചനെ ഞങ്ങളിൽ നിന്നും അകറ്റിയ അതേ ദിവസം തന്നെ ഇവരുടെ ജീവനും ഞങ്ങൾക്കെടുക്കണം. ഇത്ര നേരം ഇല്ലാതിരുന്ന ഒരു പൈശാചിക ഭാവത്തോടെ റീമ പറഞ്ഞതും നിഹ അവളെ പേടിയോടെ നോക്കി. ഇവരെ ഇല്ലാതാകുമ്പോൾ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായില്ലേ? ദാ നിങ്ങളുടെ അനിയത്തിയോട് ചെയ്ത കൂട്ടത്തിനുള്ള ശിക്ഷ നിങ്ങൾ തന്നെ വിധിക്ക്. അതും പറഞ്ഞ് ഗണ്ണെടുത്ത് റീമ റയാൻ്റെ കൈ കൊടുത്തതും അവൻ അതൊന്ന് നോക്കിയിട്ട് അത് സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ട് എല്ലാവരും അവനെ സംശയത്തോടെ നോക്കിയതും റയാൻ മുന്നോട്ട് നടന്ന് ടേബിളിലിരിക്കുന്ന കത്തി കയ്യിലെടുത്തു. അതെടുത്ത് അവൻ സിദ്ധാർത്ഥിൻ്റെ മുന്നിലേക്ക് വന്നതും ആദ്യമായി സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ഭയമെന്ന വികാരം കാണുകയായിരുന്നു എല്ലാവരും. നിഹ അവിടെ ഇരുന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയതും റിൻഷ ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ബെൽറ്റ് വാങ്ങി നിഹയുടെ മുന്നിലേക്ക് ചെന്നു. സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കിയിട്ട് സകല ശക്തിയും എടുത്ത് റിൻഷ ബെൽറ്റ് എടുത്ത് അവൾക്ക് നേരെ ആഞ്ഞു വീശി. നിഹയുടെ കരച്ചിൽ കേട്ട് സിദ്ധാർത്ഥ് അനങ്ങാൻ നോക്കിയതും റയാൻ അവൻ്റെ കയ്യിലിരുന്ന കത്തി സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം അവിടെ ആകെ പ്രതിരോധിച്ചു. റിൻഷയുടെ ടോൺ കഴിഞ്ഞതും ദേവൻ അവളുടെ കയ്യിൽ നിന്ന് ബെൽറ്റ് വാങ്ങി. കോമയിൽ കിടക്കുന്ന റേയുടെ മുഖമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ. ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ അവൻ ശക്തിയായി ബെൽറ്റിൽ ഉപയോഗിച്ചു. സിദ്ധാർത്ഥിൻ്റെ മേൽ കുത്തിയിറക്കിയ കത്തി വലിച്ചൂരി റയാൻ ഷ്രീയെ നോക്കിയതും യാതൊരു വിധേയത ഇല്ലാതെ അവനത് റയാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ തന്നെ കത്തിയുറക്കി. അപ്പോഴേക്കും ഋതിക്കൊരു പെട്രോൾ ക്യാൻ എടുത്ത് കാശിക്ക് നേരെ നീട്ടി. സാലിം ലൈറ്ററും. അവനത് രണ്ടും വാങ്ങി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് നീങ്ങിയതും സാലിം അടുത്ത ക്യാൻ എടുത്ത് ധ്രുവിൻ്റെ നീട്ടി നിഹയെ കാട്ടിക്കൊടുത്തു. കാശിയും ധ്രുവും ഒരേ സമയം നിഹയുടെയും സിദ്ധാർത്ഥിൻ്റെ മേൽ പെട്രോൾ ഒഴിച്ചു. കാശ് ലൈറ്റർ എടുത്ത് റീമക്ക് കൊടുത്തു. ഇതിനുള്ള അവകാശം നിനക്കാണെന്ന് പറയാതെ പറയും പോലെ തോന്നി അവൾക്ക്. ധ്രുവിൻ്റെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങിയതും റിൻഷയാണ്. ദേവൻ അതിന് സമ്മാനമെന്നോണം തലയാട്ടി. ഇത്രയും നാൾ ഇവിടെ വെച്ച് പ്രേമിച്ച് നടന്നതല്ലേ, അതുകൊണ്ട് രണ്ടിനെ അങ്ങ് പരലോകത്തേക്ക് ഹണിമൂണിന് വിട്ടേക്ക്. ശ്രുതി പറഞ്ഞതും റീമയും റിൻഷയും ഒരേ സമയം ലൈറ്റർ കത്തിച്ചവർക്ക് മേലിട്ടതും ക്ലോക്കിൽ 12 അടിച്ചതും ഒരുമിച്ചായിരുന്നു. ദേഹം പൊള്ളിയിടുന്ന വേദന കൊണ്ടുള്ള അവരുടെ അലർച്ചയ്ക്കൊപ്പം വെടിക്കെട്ടിൻ്റെ ഒച്ചയും ഉയർന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. ദേവൻ റയാനും വണ്ടിയുമായി വന്നതും ത്രിദിവസം ശ്രീയും കാശിയും റയാനും ധ്രുവും 2 വണ്ടികളിലായി കയറി. നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പറയുന്ന ഇടത്തെത്തണം. പോകുന്നതിന് മുന്നേ ഋതിക്കിനോട് സാലിമിനോടായി ദേവൻ പറഞ്ഞതും എന്താ സംഭവം എന്ന് അറിയില്ലെങ്കിലും അവർ ഓക്കെ പറഞ്ഞു. അവിടെ നിന്ന് വന്നത് മുതൽ ആരും ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല. ത്രിമൂർത്തി ശ്രേയാൻ്റെ റൂമിൽ ധ്രുവും ശ്രീയും ഗസ്റ്റ് റൂമിലും റിൻഷ ദേവൻ്റെ റിൻഷയുടെ റൂമിലും കയറി വാതിലടിച്ചു. റീമയും ശ്രുതിയും പരസ്പരം നോക്കി അവരും ഒന്നും മിണ്ടാതെ കിടക്കാൻ പോയി. രാവിലെ എണീറ്റ് കുളിച്ചു വന്നതും റിൻഷയും ദേവനും ധ്രുവും എവിടെയൊക്കെ പോകുന്നതാണ് അവർ കണ്ടത്. എവിടേക്കാണ് പോകുന്നത് അറിയാമെന്നുണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അവർ പോകുന്നത് നോക്കി തിരിഞ്ഞതും മുന്നിൽ ശ്രീ ഉണ്ടായിരുന്നു. വേഗം റെഡിയായി വരാൻ പറഞ്ഞിട്ട് ശ്രീ മുകളിലേക്ക് പോയി. അവൻ രണ്ടുപേരും റെഡിയായി വരുമ്പോഴേക്കും റയാനും കാശിയും ശ്രീയും അവർക്ക് വേണ്ടി ജയിച്ചു ചെയ്യുമായിരുന്നു. ചോദിക്കാലോ പറച്ചിലൊന്നുമില്ലാതെ അവർ പുറത്തേക്ക് വണ്ടിയിൽ കയറിയിരുന്നു. പിറകെ ശ്രുതിയും റിയമ്മയും. റയാനാണ് വണ്ടി എടുത്തത്. കുറച്ച് ദൂരം കഴിഞ്ഞതും വണ്ടി എവിടെയോ നിർത്തി. സാലിം വണ്ടിയിൽ കയറിയപ്പോഴാണ് അതിനു വേണ്ടിയാണ് വണ്ടി നിർത്തിയതെന്ന് അവർക്ക് മനസ്സിലായത്. എങ്ങോട്ടാ പോകുന്നത്? രണ്ടും കൽപ്പിച്ച് റീമ ചോദിച്ചു. ആദ്യം ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൾ ആദ്യം ആവർത്തിച്ചത് ശ്രീ മറുപടി പറഞ്ഞു. തെറ്റ് ചെയ്തവർക്കൊക്കെ ശിക്ഷ കൊടുത്തില്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളും തെറ്റ് ചെയ്തവരല്ലേ, അതുകൊണ്ട് ശിക്ഷ എല്ലാവർക്കും കിട്ടണം. ശ്രീ പറയുന്നത് കേട്ട് റീമയും ശ്രുതിയും ഞെട്ടി. ശിക്ഷയോ? അപ്പോൾ ഒരു തെറ്റും ചെയ്ത് സാലിം ഇത്രയും നാൾ ജയിലിൽ കിടന്നതോ? അതിനെന്ത് പരിഹാരമാണാവോ നിങ്ങളുടെ നിയമം നീ പറയുന്നത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ നിയമം. എന്നിട്ടോ തെറ്റ് ചെയ്യുന്നവർക്ക് മുഴുവൻ സുഖജീവിതവും എല്ലാം നഷ്ടപ്പെട്ട ഇവരെ പോലുള്ളവർക്ക് ശിക്ഷയും നന്നായിട്ടുണ്ട്. റീമ പറയുന്നത് കേട്ടിട്ടും ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഓക്കെ ഫൈൻ, ഞങ്ങൾ ചെയ്തതും തെറ്റാ. ആരുടെയും ജീവനെടുക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ ഒരു നിയമത്തിന് അവരെ ശിക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെൽമൻ്റെയും റോബിച്ചൻ്റെയും സെല്ലയുടെയും റേയുടെയും പോലെ ഒത്തിരി പേരുടെ ജീവിതം നശിപ്പിച്ചവരാവോ? ഇത്രയൊക്കെ ചെയ്തിട്ടും അവരെ വെറുതെ വിട്ട വീണ്ടും അവർ അതൊക്കെ തന്നെ ആവർത്തിച്ചതന്നെയല്ലേ? സമ്മതിക്കുന്നു, ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് പകരമായി എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതെനിക്ക് മാത്രമായിരിക്കണം. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. എനിക്കിന്ന് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ഇല്ല സാലിം, എല്ലാം ചെയ്തത് നമ്മൾ ഒന്നിച്ചല്ലേ. സോ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവണം. സാമിനെ തിരുത്തിക്കൊണ്ട് ശ്രുതി പറഞ്ഞതും റീമയും അത് ശരിവെച്ചു. ശിക്ഷിക്കുവാണെങ്കിൽ സാലിമിൻ്റെ കൂടെ ഞങ്ങളെയും ശിക്ഷിക്കണം. റീം അത് പറഞ്ഞതും റയാൻ വണ്ടി നിർത്തി. അതിന് നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഗൗരവത്തോടുള്ള റയാൻ്റെ ചോദ്യം കേട്ട് റീമയും ശ്രുതിയും സാലിമിനെ പരസ്പരം നോക്കി. ഇറങ്ങ്. ഡോർ തുറന്നു കൊടുത്ത് കാശി പറഞ്ഞതും അവർ കാറിൽ നിന്നിറങ്ങി. ഇതെന്താ ഇവിടെ?
പോലീസ് സ്റ്റേഷൻ പ്രതീക്ഷിച്ചിരുന്ന 3 പേരുടെയും മുന്നിലുള്ള വീട് കണ്ട് മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു. അകത്തേക്ക് വാ. ശ്രീ അവരെ അകത്തേക്ക് വിളിച്ചപ്പോഴാണ് സൈഡിൽ ദേവൻ്റെ കാറ് കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. അകത്തേക്ക് എന്താ നടത്താൻ വന്നതെന്ന ടെൻഷനോടെ അവർ അകത്തേക്ക് കയറിയതോ ആദ്യം തന്നെ കണ്ണപ്പെട്ടത് ഹാളിലെ സോഫയിൽ പുറംതെറിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണും അവളുടെ മറുവശത്തായിരിക്കുന്ന ഋതിക്കിനെയും ദേവനെയും റിൻഷനെയുമാണ്. അകത്തേക്ക് കയറി വന്ന ടീമിനെ കണ്ട് അവർ 3 എഴുന്നേറ്റതും കൂടെ തന്നെ ആ പെണ്ണും എഴുന്നേറ്റു. ഇത്രയും നാൾ ഞങ്ങളിട്ട് വട്ടം ചുറ്റിച്ചതിന് ഇവരുടെ കൂടെ കൂടി ഓരോന്ന് ചെയ്തു കൂട്ടിയതിന് നിനക്കുള്ള പണിഷ്മെൻ്റാണിത്. ആ പെണ്ണിനെ ചൂണ്ടിക്കാട്ടി കാശി ശാലിമിനോട് പറഞ്ഞതും അവൾ തിരിഞ്ഞു. നിഷാനയോ? സാലിം വിളിച്ചത് കേട്ട് ശ്രുതിയും റീമയും സാലിമിനെയും പെണ്ണിനെയും മാറി മാറി നോക്കി. നിഷാന നസ്രിൻ, വയസ്സ് 25, വകയിൽ സിനാൻ്റെ അനിയത്തിയും സാലിമിൻ്റെ എക്സ് ലവറുമായിട്ട് വരും. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാലിമിന് വില്ലൻ ടീംസിനെയും കണക്ട് ചെയ്ത കണ്ണിയാണ് ഈ ഉണ്ണി. ഇവർ തമ്മിലുള്ള അഫയർ സിനാൻ പിടിച്ചതിലൂടെയാണ് അവർക്ക് സാലിമിനോടുള്ള അവർ കട്ട സപ്പോർട്ട് കൊടുത്തിരുന്ന സയാനോട് ശത്രുത വന്നതും ഒടുവിൽ ഇവിടെ വെത്തി നിൽക്കുന്നു. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇവൾ ഇത്രയും നാൾ ഒന്നും നഷ്ടപ്പെടാനില്ല പോലും. അപ്പോൾ ഇവളെന്നാ ചെയ്യടാ? എനിക്ക് ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇപ്പം കണക്കൊക്കെ ഏതാണ്ട് തുല്യമാണ്. എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ അടുത്തേക്ക് വന്നേക്കും അവൾ. ഇനി കഴി ചെയ്യാനും ഭാവമെങ്കിൽ ഈ ആങ്ങളമാരെല്ലാം കൂടി നിന്നെ പഞ്ഞി കിട്ടിയാലും രണ്ടിനെയും കെട്ടിക്കും കേട്ടോ. ഇതൊക്കെ കേട്ട് സാലിമാണ് കിളി പറന്ന് നിൽക്കുക. വ്യാപം. ഹളിയ, ഇനി ഒന്നും നോക്കണ്ട, കെട്ടിക്കോ. ഋതിക്കിൻ്റെ വക ഡയലോഗ് കൂടി ആയതോടെ കോളം തികഞ്ഞു. അവർക്കെന്തെങ്കിലും മിണ്ടാനും പറയാനൊക്കെ കാണും. അതുകൊണ്ട് മക്കളിങ്ങ് പോര്, നമുക്കങ്ങ് പുറത്തേക്ക് നിൽക്കാം എന്നും പറഞ്ഞ് ശ്രീ ബാക്കി എല്ലാത്തിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഇങ്ങനെ ട്വിസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇനിയിപ്പോൾ പണിഷ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. റയാൻ്റെ കൈ പിടിച്ചുകൊണ്ട് റീമ പറഞ്ഞതും അവർ അവളുടെ അടുത്ത് നിന്ന് കൈപിടിച്ചു. സെയിം സിറ്റുവേഷൻ തന്നെ ബാക്കി രണ്ടിടത്തു. അത് നിങ്ങൾക്ക് പണിഷ്മെൻറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ശ്രീ ഇടപെട്ടു. ശ്രീ ഒന്ന് നോക്കിക്കൊണ്ട് ത്രിമൂർത്തി സോറി എൻവലപ്പ് സോറി 3 പേരുണ്ടല്ലോ അല്ലേ? അവ 3 എൻവലപ്പ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ്. എന്തായിരിക്കും ആ പണിഷ്മെൻറ്റ്? ഇനി വല്ല ഡിവോഴ്സ് നോട്ടീസും മറ്റോ ആണോ? ഓ മൈ ഗോഡ്, കാത്തിരിക്കാമല്ലേ? അപ്പോൾ 2 എപ്പിസോഡ് കൂടെ നമ്മുടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ സ്റ്റോറിക്കും ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുകയാണ്. ഇസ്മി സെൽസാ മുസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.